അല്ല, ഞങ്ങൾ അതിന് പൂർണ്ണ പിന്തുണയാണ്. കാരണം അല്ലല്ല ലീഗിന്റെ വിഷയമല്ല, UDF ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാരണം ഈ +1 ബാച്ചുകൾ അനുവദിക്കണമെന്നുള്ളതാണ് ഞങ്ങളും ആവശ്യപ്പെട്ടത്. കാരണം മലബാർ പ്രദേശത്തെ ഈ കുട്ടികളുടെയൊക്കെ കണക്ക് വന്നു. ഇപ്പോൾ ട്രയൽ അലോട്ട്മെൻറ്റിൽ തന്നെ 2,40,000 കുട്ടികൾക്ക് ഉള്ളതിൽ പകുതി ആളുകൾക്ക് മാത്രമേ ട്രയൽ അലോട്ട്മെൻറ്റ് വന്നിട്ടുള്ളൂ. ഒരു കാരണവശാലും ഈ പ്രശ്നം പരിഹരിക്കാൻ വിദ്യാഭ്യാസ മന്ത്രി പറയുന്ന പരിഹാരം അംഗീകരിക്കാൻ സാധ്യമല്ല. അദ്ദേഹം പറയുന്നത് ഒരു ക്ലാസ്സിൽ 1:40 നേരത്തെ അംഗീകരിച്ചത് വിദ്യാർത്ഥി അധ്യാപക അനുവാദം. അത് 1:50 വരെ വന്നു. പക്ഷെ 1:65 അല്ലെങ്കിൽ 1:70 എന്നൊന്നും പറയുന്നതിനോട് അംഗീകരിക്കാൻ കഴിയില്ല. കാരണം ഈ ക്ലാസ്സിനകത്ത് കുട്ടികളെല്ലാം കുത്തിയിരുത്തി അവരെ പഠിപ്പിക്കുന്നതിൽ അധ്യാപകരുടെ കുട്ടികളോടുള്ള അവരുടെ മേൽനോട്ടത്തിലും എല്ലാം തകരാറുണ്ടാവും. അതുകൊണ്ട് കൂടുതൽ ബാച്ചുകൾ അനുവദിക്കണം. എന്തുകൊണ്ടാണ് UDF ഇക്കാര്യത്തിൽ ഒറ്റക്കെട്ടായി? കഴിഞ്ഞ പ്രാവശ്യം ഈ പ്രശ്നം വന്നപ്പോൾ ലീഗ് മുസ്ലിം ലീഗ് അത് UDFന്റെ പൊതുവായ അഭിപ്രായം. മലബാർ ഭാഗത്തെ ഏറ്റവും കൂടുതൽ മുസ്ലിം ലീഗിന് സ്വാധീനമുള്ള പ്രദേശങ്ങളാണ്. അവരതിന് സമരത്തിലിറങ്ങി. KSU മറ്റെല്ലാ വിദ്യാർത്ഥി സംഘടനകളും അതിന് അനുകൂലമാണ്. അതുകൊണ്ട് എല്ലാവരും കൂടി സമരം ചെയ്തില്ല എന്നുള്ളതിൽ ആ പ്രശ്നത്തോട് മുസ്ലിം ലീഗ് UDFൽ അങ്ങനെയാണ്. ഓരോ കക്ഷികളും ഓരോ വിഷയത്തിൽ സമരം നടത്തും. ആ സമരത്തോട് മറ്റ് കക്ഷികൾക്ക് അനുഭാവമാണ്. അവർ നടത്തുന്ന സമരത്തിന് പൂർണ്ണ പിന്തുണയാണ് ഞങ്ങൾ നൽകിയത്. ഏതാ അതൊക്കെ അതല്ല, അങ്ങനെയല്ല. അല്ല, മുസ്ലിം ലീഗ് UDFന്റെ അവിഭാജ്യ ഘടകമാണ്. അതിന് ഒരു സാമുദായിക പ്രശ്നം അങ്ങനെ സാമുദായികം വരുന്നത്. അതെങ്ങനെ സാമുദായികം വരുന്നത്? മലബാർ പ്രദേശത്തുള്ള അല്ലല്ലോ, മലബാർ പാലക്കാട് മുതൽ കാസർഗോഡ് വരെയുള്ള കുട്ടികളെല്ലാം മുസ്ലിങ്ങളാണോ? അല്ലല്ലോ. അല്ല, മുസ്ലിം ലീഗ് ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. നിങ്ങളാണ് സമുദായ പാർട്ടി എന്ന് പറയുന്നത്. ഞങ്ങളത് അംഗീകരിക്കുന്നില്ല. മുസ്ലിം ലീഗ് കോൺഗ്രസിനെ പോലെ മറ്റ് കക്ഷികളെ പോലെ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. അവർ നടത്തുന്ന സമരത്തിന് UDFന് പൂർണ്ണ പിന്തുണയാണ്. അല്ല, അത് നിങ്ങൾ കൊടുക്കുന്നതല്ലേ ലീഗിന്റെ സമരം. ഞങ്ങളെല്ലാം പൂർണ്ണ പിന്തുണയാണെന്ന്. ഇത് കൊടുത്താൽ മതിയല്ലോ പൂർണ്ണ പിന്തുണയാണെന്നുള്ളത്.